നമ്മുടെ ക്രിസ്മസ് അടുക്കും തോറും നമ്മുടെ വീടുകളിലൊക്കെ കേക്ക്സ് ഒക്കെ റെഡിയാക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല റിച്ച് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഈ റിച്ച് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഫ്രൂട്ട് കേക്ക്. കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ചൂടാകുന്ന സമയം കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചൂടാക്കി വെക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണല്ലോ എടുത്തത്, അപ്പോൾ 1/2 കപ്പ് വെള്ളം ചൂടാക്കാം. നല്ല കാരമലായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കും. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഓഫ് ചെയ്യാം, ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. കാരമൽ സിറപ്പ് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവൻ പ്രീഹീറ്റ് ചെയ്യുക. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടുക. അതേപോലെ തന്നെ നമ്മുടെ കേക്ക് ടിൻ ലൈൻ ചെയ്ത് വെക്കുക. ഒരു പാച്ച്മെൻറ്റ് പേപ്പറോ ബട്ടർ പേപ്പറോ ഇട്ട് ഇതേപോലെ ലൈൻ ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ബോളിലേക്ക് എടുക്കാം. ഇത് 200 ഗ്രാം മൈദ, 1.5 കപ്പ് നിറച്ച് ഹീപ്പ് ചെയ്തെടുത്ത 200 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് സ്പൈസസിൻ്റെ പൊടികൾ, ഗ്രാമ്പൂ, പട്ട, നട്ട്മെഗ്, ജാതിക്ക, ഇത് 3 കൂടെ പൊടിച്ചതാണ് 3/4 ടീസ്പൂൺ. ഇത് 3 1/4 ടീസ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കും. 1/4 ടീസ്പൂൺ ഉപ്പ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. അടുത്തായിട്ട് ഇച്ചിരി വലിയൊരു ബോൾ എടുക്കുക. ഇതിലേക്ക് 200 ഗ്രാം ബട്ടർ, അര കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത് രണ്ടും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഓരോ മുട്ട വീതം ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ അതിനൊപ്പം ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്തു. കൂടാതെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. മൂന്ന് മുട്ടയാണ് ഈ അളവിന് വേണ്ടത്. മുട്ട ഫുള്ളായിട്ട് ബട്ടറിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ പൊടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്ക് സൈഡ്സ് ഒക്കെ ഒന്ന് വടിച്ചു കൊടുക്കുക. അല്ല, സൈഡ്സ് നന്നായിട്ട് മിക്സ് ആവാണ്ട് വരും. ഇടയ്ക്കൊന്ന് സൈഡ്സ് സ്ക്രീപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കൂളായ കാരമൽ ചേർക്കണം. നമ്മൾ പഞ്ചസാര കഴിച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ നന്നായിട്ട് ചൂട് പോകണം, അതിന് ശേഷം ചേർക്കുക. ഇതൊന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യാം. മതിയാവും.
ഇതിലേക്ക് പൈനാപ്പിൾ ജാം ചേർക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് മാർമലേഡ് ചേർക്കാം. പൈനാപ്പിൾ ജാം ആണ് ഞാൻ ചേർക്കുന്നത്. പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഇതൊരു 1/3 കപ്പ്. കേക്കിന് ഒന്നുകൂടെ ഒരു മയം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പ്ലസ് ഒരു ഫ്ലേവറും കൂടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ചേർക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല റിച്ച് ഫ്രൂട്ട് കേക്ക് ഒക്കെ ആണെങ്കിൽ 2.5-3 കപ്പൊക്കെ ചേർക്കാം. അധികം ഫ്രൂട്ട്സ് വേണ്ടെങ്കിൽ ലൈറ്റായിട്ട് 1 കപ്പ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. ഞാൻ റിച്ച് ഫ്രൂട്ട് കേക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കൂടുതൽ ഫ്രൂട്ട്സ് ചേർക്കും. ഈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്കാണ് ഇടുന്നത്. ബാക്കിയുള്ള മൈദ മിക്സ്ചറിലേക്ക് ഇടുക. രണ്ടര കപ്പ് എടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്, നമ്മൾ മൈദയിലേക്ക് മിക്സ് ചെയ്യുന്നത് ഫ്രൂട്ട് താന്നു പോയിരിക്കാനായിട്ടാണ്. ചില സമയത്ത് കേക്കിൽ ഫ്രൂട്ട്സ് എല്ലാം കൂടെ താന്നു പോകുമല്ലോ, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി, സെസ്റ്റ് കുറച്ചൊന്ന്, മിക്സ് ചെയ്തേക്കുന്ന ഫ്രൂട്ട്സ്, ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ട്സും കുറച്ച് ആമണ്ട്സും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതൊരു 50 ഗ്രാം ഉണ്ട്, 1/4 കപ്പ് അതുകൂടെ എൻ്റെ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പാറ്റില യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് വെയ് ചെയ്ത് നോക്കുകയാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 180 ഗ്രാം ഉണ്ടാവും. ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഫോർക്ക് വെച്ച് എല്ലായിടത്തും ഒന്ന് ആക്കാനായിട്ട് ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. ഒന്ന് ടാപ്പ് ചെയ്യുക. മേലെ കുറച്ച് നട്ട്സ് ഇടാം. വൺ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 55 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓരോ അവനിലും ബേക്കിംഗ് ടൈം വ്യത്യാസം വരും. ഒന്ന് ബ്രൗൺ ആവും. നമ്മൾ കുത്തി നോക്കുമ്പോൾ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ബാംബൂ സ്ക്യൂവേഴ്സോ എല്ലാം വെച്ച് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ കേക്ക് കുക്ക്ഡ് ആയിട്ടുണ്ടാവും. കേക്ക് അവനിൽ നിന്ന് എടുത്തിട്ട് ചൂടാറാനായിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ കേക്ക് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി ബ്രാൻഡി ഒഴിക്കാം. ബ്രാൻഡിയാണോ റമ്മാണോ ഏതിനകത്ത് നമ്മൾ ഫ്രൂട്ട് സോക്ക് ചെയ്തത് ആ സെയിം സാധനം ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ബ്രാൻഡിയിലാണ് സോക്ക് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബ്രാൻഡി തന്നെ ഒഴിക്കുകയാണ്. സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കേക്ക് നന്നായിട്ട് കൂളായിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റിച്ച് ഫ്രൂട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല മോയ്സ്റ്റ് കേക്കാണ്. ഫ്രൂട്ട്സ് കണ്ടോ, ഒന്നും സിങ്ക് ചെയ്ത് കിടപ്പില്ല, എല്ലാം മിക്സ്ഡ് ആയിട്ട് എല്ലായിടത്തും ഉണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. റിച്ച് ഫ്രൂട്ട് കേക്ക് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം എപ്പോഴും സെർവ് ചെയ്യുന്നത് 2-3 ദിവസം കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഉണ്ടാക്കുന്ന സെയിം ഡേ കഴിക്കുന്നതിലും സാധാരണ കേക്കിനെ വെച്ച് വ്യത്യസ്തമായിട്ട് ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ ട്രൈ ചെയ്യുക. ഇത് നമുക്ക് കുറേ ആഴ്ചകൾ നമുക്ക് പുറത്തിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങൾ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.